ഹായ് എവ്രി വൺ. ഇന്ന് നമുക്ക് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ കുറച്ച് കൺസെപ്റ്റ്സും പ്രിൻസിപ്പിൾസും ബേസിക്സും നമുക്ക് നോക്കാം. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് ജർമ്മനിയിൽ ഒറിജിനേറ്റ് ചെയ്ത ഒരു തിയറി ഓഫ് മൈൻഡ് ആണ്. ജസ്റ്റാൾട്ട് സൈക്കോളജി എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹ്യൂമൻ മൈൻഡ് ഒബ്ജക്ട്സിനെ ഹോളായിട്ടാണ് പെർസീവ് ചെയ്യുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ കമ്പോണൻസിന്റെ സമ്മായിട്ടല്ല. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ അല്ലെങ്കിൽ ഒരു എലിമെന്റിന്റെ പൂർണ്ണ രൂപത്തിലാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുന്നത്. ഇനി നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത് നമ്മുടെ പെർസ്പെക്റ്റീവിനെയും പെർസെപ്ഷനെയും, നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യത്തെ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെ നോക്കിക്കാണുന്നത്, നമ്മളുടെ ആ ദൃഷ്ടികോൺ, അതിനെക്കുറിച്ചാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി പറയുന്നത്. ആദ്യം മുതൽ അവസാനം വരെ ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ ഒരാളിന്റെ വ്യക്തിപരമായ പെർസ്പെക്റ്റീവും പെർസെപ്ഷനും ഇതിനെക്കുറിച്ച് തന്നെയാണ് സംസാരിക്കുന്നത്. ഇനി ജസ്റ്റാൾട്ട് സൈക്കോളജിക്ക് കുറച്ച് പ്രൊപ്പോണൻസ് ഉണ്ട്, അതായത് കൊണ്ടുവന്നവരും പിന്നെ അതിനെ പ്രചരിപ്പിച്ചവരുമായിട്ടുള്ള ആൾക്കാരുണ്ട്. അതിന് നമുക്ക് ഫൗണ്ടർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയാൻ പറ്റുന്ന ഒരാളാണ് വെർത്തൈമർ, മാക്സ് വെർത്തൈമർ എന്ന് പറയുന്നത്. അദ്ദേഹത്തിനെയാണ് നമ്മൾ ഫൗണ്ടർ ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്ന് പറയുന്നത്. പിന്നെയുള്ള ഒരാളാണ് കർട്ട് കോഫ്ക. കോഫ്കയാണ് ഈ ജസ്റ്റാൾട്ട് സൈക്കോളജി പ്രചരിപ്പിക്കാൻ ഏറ്റവും കൂടുതൽ പങ്കുവഹിച്ചത്. അദ്ദേഹം പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റാൾട്ട് സൈക്കോളജി എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അതാണ് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ ടെക്സ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ബുക്ക്. അദ്ദേഹത്തിന് ഏറ്റവും വലിയ കോൺട്രിബ്യൂഷനും ആ പുസ്തകം തന്നെയാണ്. മൂന്നാമത്തെ ആളാണ് കോഹ്ലർ. കോഹ്ലർ ഇൻസൈറ്റ് ലേണിങ്ങിനെ കുറിച്ചാണ് കൂടുതലും പറഞ്ഞത്. കോഹ്ലറിന്റെ ഒരുപാട് എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടുണ്ട്. അതിൽ കോഹ്ലറിന്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്, അത് ചിമ്പൻസീസിൽ ചെയ്തത്. അതിൽ അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ, സുൽത്താൻ എന്ന് പറഞ്ഞ ഒരു വെരി ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ചിമ്പൻസി ഉണ്ട്. അപ്പൊ ആ ചിമ്പൻസിയുടെ കേജിന് വെളിയിലായിട്ട് ഒരു പഴക്കൊല കെട്ടിത്തൂക്കി. അതിന് എത്തില്ല, പക്ഷെ അതിന് കാണാം. അപ്പോൾ എന്നിട്ട് ആ ചിമ്പാൻസി ആ സിറ്റുവേഷനെ എങ്ങനെ ഡീൽ ചെയ്യും എന്ന് പഠിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അപ്പോൾ ചിമ്പാൻസിയുടെ കൂട്ടില് കുറച്ച് കമ്പുകളും വെച്ചു കൊടുത്തു. അപ്പൊ എന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ, ആദ്യം ഈ സുൽത്താൻ എന്ന് പറഞ്ഞ ചിമ്പാൻസി കൈ നീട്ടി നോക്കി. അപ്പോൾ ഈ പഴക്കൊല റീച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ 2-3 തവണ ശ്രമിച്ചു, പിന്നെ അത് വിട്ടു. പിന്നെ നോക്കിയപ്പോഴത്തേക്കും കൂട്ടില് കമ്പുകൾ കിടപ്പുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റിക്ക് എടുത്ത് നീട്ടി നോക്കി, എന്നിട്ടും ആ പഴക്കൊലയിൽ എത്തുന്നില്ല. അപ്പോ സുൽത്താൻ എന്ത് ചെയ്തു, പിന്നീട് ചിന്തിച്ച് അടുത്ത ഒരു സൊല്യൂഷൻ, ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിച്ച് എങ്ങനെയാന്ന് വെച്ചാൽ, 1-2 സ്റ്റിക്സ് കൂട്ടിക്കെട്ടിയാൽ എനിക്ക് ആ പഴക്കൊലയിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ് സുൽത്താൻ കണ്ടുപിടിച്ചത്. അപ്പോൾ അതിൽ നിന്ന് കോഹ്ലർ പ്രൂവ് ചെയ്തതും എന്താണെന്ന് വെച്ചാൽ, ബിഹേവിയറിസം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് സൈക്കോളജിയിൽ. സൈക്കോളജി പഠിക്കുന്നവർക്ക് അറിയാമായിരിക്കും പാവ്ലോവിന്റെ കൺസെപ്റ്റ്. അതായത് നമ്മൾ ട്രെയിൻ ചെയ്ത് നമ്മുടെ ആ ഡോഗിനെ ബെല്ലടിക്കുന്നതിന്റെ കൂട്ടത്തിൽ അത് സലേവേറ്റ് ചെയ്യുന്ന, അതായത് കണ്ടീഷനിങ് കൊണ്ട് മാത്രമല്ല, അനിമൽസിന് ഹയർ ഓർഡർ കോഗ്നിറ്റീവ് എബിലിറ്റീസും ഉണ്ട്. ചിന്തിക്കാനുള്ള കഴിവുണ്ട്, പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള കഴിവുണ്ട്. അത് ട്രയൽ ആൻഡ് എറർ വഴിയല്ല, സ്വന്തം ഇൻസൈറ്റ് കൊണ്ട് തന്നെ ആ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള ഒരു കഴിവ് അനിമൽസിനുണ്ട് എന്നും കൂടി കോഹ്ലർ പ്രൂവ് ചെയ്തു. അങ്ങനെ ബിഹേവിയറിസ്റ്റിന് വലിയൊരു അടിയായിരുന്നു കോഹ്ലറിന്റെ എക്സ്പെരിമെന്റ്. അടുത്തൊരു പ്രൊപ്പോണന്റ് ആണ് കർട്ട് ലെവിൻ. കർട്ട് ലെവിൻ എന്ന് പറയുന്നത് ഫീൽഡ് തിയറി ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആളാണ്. അദ്ദേഹം ജസ്റ്റാൾട്ട് സൈക്കോളജിയെ സോഷ്യൽ സൈക്കോളജിയായിട്ട് കണക്ട് ചെയ്ത ഒരു വ്യക്തിയാണ് കർട്ട് ലെവിൻ എന്ന് പറയുന്നത്. അതായത് ഇൻഡിവിജ്വൽസും അവരുടെ എൻവയോൺമെന്റും തമ്മിലുള്ള ഇന്ററാക്ഷനെ കുറിച്ച് പറയുന്നതാണ് ഈ ഫീൽഡ് തിയറി. അത് കൊണ്ടുവന്ന ആളാണ് കർട്ട് ലെവിൻ. കർട്ട് ലെവിന്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റാൾട്ട് സൈക്കോളജിയെ സോഷ്യൽ സൈക്കോളജിയിലേക്ക് ലിങ്ക് ചെയ്യിച്ചത്. ഇനി ഫ്രിറ്റ്സ് പേൾസ് എന്ന് പറയുന്നത് ജസ്റ്റാൾട്ട് സൈക്കോളജിയുടെ സൈക്കോഡൈനാമിക് തിയറിയുടെ ഫോളോവർ ആയിരുന്നു. പക്ഷെ ഫ്രിറ്റ്സ് പേൾസ് ആണ് ജസ്റ്റാൾട്ട് തെറാപ്പി എന്നുള്ളൊരു തെറാപ്പി ഫോർമാറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഫ്രിറ്റ്സ് പേൾസും ലോറ പേൾസും കൂടി ചേർന്നാണ് അങ്ങനെ ഒരു തെറാപ്പി ഫോർമാറ്റിൽ ജസ്റ്റാൾട്ട് സൈക്കോളജി ഇംപ്ലിമെന്റ് ചെയ്തത്. ഇനി നമ്മുടെ ജസ്റ്റാൾട്ട് സൈക്കോളജിക്ക് ഒരു 7-8 വെരി ഇമ്പോർട്ടൻറ്റ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതിന്റെ ബേസിസിലാണ് ജസ്റ്റാൾട്ട് സൈക്കോളജി വർക്ക് ചെയ്യുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ആണ്. നമുക്കത് എന്താണെന്ന് നോക്കാം. ആദ്യത്തേതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി.
ഈ പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി എന്താണ് പറയുന്നത് എന്ന് വെച്ചാൽ, അടുത്തിരിക്കുന്ന, അതായത് ഫിസിക്കലി ക്ലോസ് ബൈ ആയിട്ടിരിക്കുന്ന ഒബ്ജക്ട്സിനെ നമ്മൾ നോർമലി ഒരു ഗ്രൂപ്പായിട്ട് കാണും. അങ്ങനെയാണ് നമ്മൾ അതിനെ പെർസീവ് ചെയ്യുക. ആദ്യമേ പറഞ്ഞു, ജസ്റ്റാൾട്ട് സൈക്കോളജിയിൽ നമ്മുടെ പെർസ്പെക്റ്റീവും നമ്മുടെ പെർസെപ്ഷനും അതിനെക്കുറിച്ചാണ് കൂടുതൽ പറയുന്നത്. അപ്പം ഫിസിക്കലി അടുത്തിരിക്കുന്ന ഒബ്ജക്ട്സിനെ നമ്മൾക്ക് നാച്ചുറലി അതിനെ ഒരു ഗ്രൂപ്പായി കാണാനുള്ള ഒരു ടെൻഡൻസി നമുക്കുണ്ട്. അത് ആ ഇമേജ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും. അടുത്തടുത്തിരിക്കുന്ന ബോൾസിനെ നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടായിരിക്കും നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് പ്രോക്സിമിറ്റി. ഇനി പ്രിൻസിപ്പിൾ ഓഫ് സിമിലാരിറ്റി, അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അപ്പിയറൻസിൽ, അതായത് ക്യാരക്ടറിസ്റ്റിക്സിൽ എന്തെങ്കിലും സിമിലാരിറ്റി ഉള്ള ഒബ്ജക്ട്സിനെ അല്ലെങ്കിൽ എലമെന്റ്സിനെയും നമ്മൾ ഒരു സെയിം ഗ്രൂപ്പായി കാണും. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? ഷേപ്പ് ആവാം, കളർ ആവാം, സൈസ് ആവാം, വേറെ എന്തെങ്കിലും ആട്രിബ്യൂട്ട്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെ നമുക്ക് അതിൽ പെടുത്താം. മൂന്നാമത്തെ പ്രിൻസിപ്പിളാണ് പ്രിൻസിപ്പിൾ ഓഫ് കണ്ടിന്യൂറ്റി. അത് ഹ്യൂമൻ മൈൻഡിന് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട്, ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് കിടക്കുന്ന ഷേപ്സ് ആണെങ്കിലും അതിനെ ഒരു ഫ്ലോ അല്ലെങ്കിൽ അതിനൊരു കണ്ടിന്യൂറ്റി കണ്ടെത്താനുള്ള ഒരു ശ്രമം ഹ്യൂമൻ മൈൻഡ് നടത്തും. ഇപ്പൊ ആ പിക്ചറിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത കുറെ ഡോട്ട്സുകളാണ് ഉള്ളത്. പക്ഷെ നമ്മൾ അതിനെ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നത്? ഒരു ഓറഞ്ച് കളറിലുള്ളത് ഡൗൺവേർഡ് ആയിട്ട് പോകുന്ന ഒരു ഫ്ലോ, ഒരു കർവായിട്ടും ബ്ലൂ കളറിലുള്ളത് അപ്വേർഡ് ആയിട്ട് പോകുന്ന ഒരു ഫ്ലോ ഉള്ള ഒരു വേവ് പോലെയുമാണ് നമ്മൾ പെർസീവ് ചെയ്യുക. അപ്പൊ നമുക്ക് ആ ഒരു കണ്ടിന്യൂറ്റി പെർസീവ് ചെയ്യാനുള്ള ഒരു കഴിവാണ് ഹ്യൂമൻ മൈൻഡിന് ഉള്ളത്. കഴിവല്ല, ആ ഒരു കണ്ടിന്യൂറ്റി ആണ് നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അതിൽ കണ്ടിന്യൂസ് ആയിട്ടാണ് നമ്മളത് കാണുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ. ഇനി ഹ്യൂമൻ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട്, മിസ്സിംഗ് ഇൻഫർമേഷൻ നമ്മളായിട്ട് തന്നെ അങ്ങ് ഫില്ലിൻ ചെയ്യുക. അതായത് ഫോർ എക്സാമ്പിൾ ഇപ്പോഴാ ഇമേജ് നോക്കുകയാണെങ്കിൽ ആ പാൻഡയുടെ തലഭാഗത്ത് വരയില്ല, പക്ഷെ നമുക്ക് അത് കറക്റ്റ് ഷേപ്പിലാണ് അത് കാണുന്നത്. പാൻഡയുടെ തലയുടെ മുകളിൽ ചെവി നിൽക്കണു, പിന്നെ ആ ബാക്കിന്റെ ഭാഗം അവിടെയും വൈറ്റ് പോർഷൻ ആണ്, പക്ഷെ നമുക്കത് കറക്റ്റ് പാൻഡ ആയിട്ടാണ് കാണുന്നത്. അത് എന്തുകൊണ്ടാണ്? നമ്മളായിട്ട് ആ മിസ്സിംഗ് ഇൻഫർമേഷൻ അവിടെ ഫില്ലിൻ ചെയ്താണ് ഹ്യൂമൻ മൈൻഡ് പെർസീവ് ചെയ്യുന്നത്. അതിനെയാണ് പ്രിൻസിപ്പിൾ ഓഫ് ക്ലോഷർ എന്ന് പറയുന്നത്. ഇനി പ്രിൻസിപ്പിൾ ഓഫ് ഫിഗർ ഗ്രൗണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പൊ നമ്മൾ ആ ഇമേജിലേക്ക് നോക്കുക. ഇമേജിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ പെർസെപ്ഷൻ എന്താണ്, നമ്മുടെ കാഴ്ചപ്പാട് എന്താണ്, അതിനനുസരിച്ചാണ് നമ്മൾ കാണുക. ചിലർ ആ ഇമേജിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്ലവർ വേസ് ആയിരിക്കും കാണുക, വൈറ്റ് കളർ ഫ്ലവർ വേസ്. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള വൈറ്റ് കളർ ഫ്ലവർ വേസ് കാണുന്നവരുണ്ടാവും. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഫ്ലവർ വേസ് ആണ് ഫിഗർ, ബ്ലാക്ക് കളറാണ് ഗ്രൗണ്ട്. ഇനി വേറെ ചിലരുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ച് നമ്മൾ ഈ ചിത്രം കാണുന്നത് ബ്ലാക്ക് കളറിലുള്ള രണ്ട് ഫേസ്, മുഖാമുഖം നോക്കിയിരിക്കുന്ന രണ്ട് ഫേസസ് ആയിട്ടാണ്. അതാണ് അവരുടെ പെർസെപ്ഷൻ. അങ്ങനെയുള്ളപ്പോൾ ആ ബ്ലാക്ക് കളർ ഫേസ് ആണ് നമ്മുടെ ഫിഗർ, വൈറ്റ് കളറാണ് ഗ്രൗണ്ട്. അപ്പൊ ആ ഫിഗറും ഗ്രൗണ്ടും തമ്മിലുള്ള പെർസെപ്ഷൻ ലിങ്ക് എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ നമ്മുടെ പെർസ്പെക്റ്റീവ് അനുസരിച്ചാണ് നമ്മൾ ആ ഫിഗറിനെയും ഗ്രൗണ്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓരോരുത്തർക്കും അത് ഓരോ പോലെ ആയിരിക്കും. അടുത്ത പ്രിൻസിപ്പിൾ ആണ് പ്രിൻസിപ്പിൾ ഓഫ് സിമെട്രി. ഹ്യൂമൻ മൈൻഡ് എപ്പോഴും സിമെട്രിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സിനെയാണ് ഇഷ്ടപ്പെടുന്നത്. അതായത് സിമെട്രിക് സ്ട്രക്ചേഴ്സ് കാണുമ്പോഴാണ് നമുക്ക് ഇതൊരു സ്റ്റേബിൾ സ്ട്രക്ചർ ആണ്, കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് തോന്നുന്നത്. നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും, ഇപ്പോഴത്തെ രീതി അനുസരിച്ച് പല പല ഷേപ്പുകളിൽ വീടുകൾ, കോർണർ ഉള്ളതും ട്രയാങ്കിൾ ഷേപ്പിലുള്ളതും ഒക്കെ കാണാം. പക്ഷെ അതെല്ലാം കാണുമ്പോൾ നമുക്ക് അയ്യോ ഇത് നിലനിൽക്കുമോ എന്നൊരു ഫീലിംഗ് നമുക്ക് വരും. അത് ഇതിന്റെ ഒരു ഭാഗമാണ്. മനസ്സിലാവാൻ വേണ്ടി അത് എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് എപ്പോഴും സിമെട്രിക് ആയിട്ടുള്ള സ്ട്രക്ചർ ആണ് എപ്പോഴും നമുക്ക് സ്റ്റേബിൾ ആയിട്ട് നമ്മൾ പെർസീവ് ചെയ്യുന്നത്, നമ്മൾ അതിനെ കാണുന്നത്. ഇനി കോമൺ ഫേറ്റ്. കോമൺ ഫേറ്റ് എന്ന് പറഞ്ഞാൽ ഒരേ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന എലമെന്റ്സിനെ അല്ലെ ഒബ്ജക്ട്സിനെയും നമുക്ക് ഒരു ഗ്രൂപ്പായിട്ട് നമ്മുടെ മൈൻഡ് പെർസീവ് ചെയ്യും. ഇപ്പൊ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, നമ്മൾ ഡിസ്കവറിയിലോ നാഷണൽ ജിയോഗ്രഫിക്കിലോ ഒക്കെ ഈ അണ്ടർ വാട്ടർ ഡോക്യുമെന്ററീസ് ഒക്കെ കാണുമ്പോൾ ഒരുപാട് ഫിഷസ് ഇങ്ങനെ ഒരു ഡയറക്ഷനിലേക്ക് ഇങ്ങനെ മൂവ് ചെയ്ത് പോകുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത്, അല്ലെ നമ്മുടെ മൈൻഡ് പെർസീവ് ചെയ്യുന്നത് ഇവരൊരു ഗ്രൂപ്പാണ്, ഈ ഗ്രൂപ്പ് ഒരുമിച്ച് ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്നായിരിക്കും നമ്മുടെ മൈൻഡ് പെർസീവ് ചെയ്യുക. അതാണ് കോമൺ ഫേറ്റ്, പ്രിൻസിപ്പിൾ ഓഫ് കോമൺ ഫേറ്റ് എന്ന് പറയുന്നത്. ഇനി ഒരെണ്ണമുണ്ട് ലോ ഓഫ് പ്രഗ്നാൻസി. പ്രഗ്നാൻസ് എന്ന് പറയുന്നതെല്ലാം ജസ്റ്റാൾട്ടിലെ എല്ലാം ജർമ്മൻ വേർഡ്സ് ആണ്. പ്രഗ്നാൻസ് എന്ന് പറയുന്നത് അതിനെ നമുക്ക് ലോ ഓഫ് സിംപ്ലിസിറ്റി എന്നും പറയാം. അതായത് ഹ്യൂമൻ മൈൻഡ്
ഒബ്ജക്ട്സിനെല്ലാം അതിൻ്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് പെർസീവ് ചെയ്യുന്നത് ആദ്യം. അതായത് ഏറ്റവും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഐറ്റത്തിൽ നിന്നാണ് നമ്മൾ മോർ സ്റ്റേബിൾ മോർ കോംപ്ലിക്കേറ്റഡ് സ്ട്രക്ചേഴ്സിൽ പോകുള്ളൂ. എപ്പോഴും സിംപ്ലിസിറ്റി ആണ് ഹ്യൂമൻ മൈൻഡ് ആദ്യം തേടുന്നത്. ഇപ്പൊ ഇതാണ് നമ്മൾ ഇന്ന് പറഞ്ഞ എല്ലാ ജെസ്റ്റാൾട്ട് സൈക്കോളജിയുടെ തിയറിയുടെ പ്രിൻസിപ്പിൾസിന്റെ എല്ലാം ഒരു ആകത്തുകയാണ് ഈ ഫിഗർ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നോക്കുകയാണെങ്കിൽ ഇപ്പൊ പറഞ്ഞ എല്ലാ കാര്യങ്ങളും കാണാം. ലോ ഓഫ് പ്രോക്സിമിറ്റി, കോമൺ ഫേറ്റ്, സിമിലാരിറ്റി, കണ്ടിന്യൂറ്റി, ക്ലോഷർ, കോമൺ റീജിയൻ എന്ന് പറഞ്ഞാൽ കോമൺ ഫേറ്റ്, സിമെട്രി, ഇതെല്ലാം ഈ ഇമേജിൽ ജെസ്റ്റാൾട്ട് എഴുതിയിരിക്കുന്ന ഇമേജിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്. ഇനി ജെസ്റ്റാൾട്ട് സൈക്കോളജിയെ കുറിച്ച് ജെസ്റ്റാൾട്ട് തെറപ്പിയെ കുറിച്ച് വേറൊരു വീഡിയോ ചെയ്യും. നിങ്ങൾക്ക് ഞാൻ എടുക്കുന്ന ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടല്ലോ, ടോപ്പിക്സ് മനസ്സിലാവുന്നുണ്ട്, സൈക്കോളജിയിലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് സ്പെസിഫിക് ആയിട്ട് എടുക്കണം എന്നാണെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. സമയം പോലെ ആ ടോപ്പിക്കിൻ്റെ വീഡിയോ ചെയ്യാം. താങ്ക് യു. എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്